മനുഷ്യരിൽ ചിലർക്ക് മാത്രം ദൈവം അറിഞ്ഞു കൊടുക്കുന്ന വരദാനമാണ് കലാരൂപം. ആ സകല ദൈവങ്ങളെ ഞാൻ ആദ്യമായി നമസ്കരിക്കും. കൂടാതെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കഥാപ്രസംഗത്തിനോട് മോഹം തോന്നി. കാരണം മോഹൻ കുമാർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്റെ അധ്യാപകനായ കാലികൻ മോഹൻ കുമാർ. അതുപോലെ തന്നെ അനീസ്യ എന്ന കഥാപ്രസംഗം ഞാൻ നേരിട്ട് കേൾക്കുവാൻ എന്റെ ചെറുപ്രായത്തിൽ ഇടയുണ്ടായി. അതുകൊണ്ടാണ് കഥാപ്രസംഗത്തിനോടുള്ള മോഹം എനിക്കുണ്ടായത്. ഞാനത് പഠിക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ വെള്ളവും കിട്ടിയില്ല, ഒരു സ്ഥലത്തുമില്ല. ഏകദേശം 45 വയസ്സ് കഴിഞ്ഞപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, SMV സ്കൂളിൽ കഥാപ്രസംഗ കോഴ്സ് നടത്തുന്നുണ്ട്. അത് കണ്ട് ഞാൻ വളരെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഓടി ഇവിടെ വന്നു, HMനെ കണ്ടു. അപ്പോൾ അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു, എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ആദ്യമായി ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായി കാണുന്ന എന്റെ അധ്യാപകൻ ശ്രീ കടക്കോട് വിശ്വംഭരൻ സാറിനെയാണ്. ആ സാറിന് ഞാൻ പാവന സ്മരണയുടെ മുന്നിൽ ഞാൻ എന്റെ മുഖുകയായി നോക്കുകയാണ്. സംപൂജ്യരായ ഗുരുജനങ്ങളെ, എന്റെ മുന്നിൽ ഇരിക്കുന്ന സ്നേഹമുള്ള സഹപാഠികളെ, മറ്റ് കഥ ആസ്വാദകരെ, 1950 ശേഷം നടന്ന ചരിത്ര സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു കഥാപ്രസംഗമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. രചന, സംവിധാനം, അവതരണം സുധാകരൻ നരുവാമൂട്. എന്റെ കഥയുടെ പേര് കാലത്തിന്റെ കയ്യൊപ്പ്. എന്റെ കഥയുടെ പേര് കാലത്തിന്റെ കയ്യൊപ്പ്. എന്റെ മുന്നിൽ വയ്ക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിതാ ഈ ഭാഗത്തേക്ക് നോക്കൂ. നീണ്ടു നിവർന്നു കിടക്കുന്ന നീലക്കാടുകൾ, പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കളകളാകവും പൊഴിച്ചൊഴുകുന്ന നദികൾ, തഴുകിയെത്തുന്ന കാറ്റ്, കാട്ടുപൂക്കളുടെയും പച്ചമരുന്നുകളുടെയും. എന്നാൽ അന്ന് കഞ്ചാവ് കൈകൾ ദുഃഖതമില്ലായിരുന്നു. ഈ പച്ചമരുന്നുകളുടെയും കാട്ടുപൂക്കളുടെയും സുഗന്ധം മൂടൽമ കരയിടുന്ന നീലാകാശം. അതുവഴി
മറ്റ് മോട്ടോർ വാഹനങ്ങൾ എത്താറില്ല. എന്നാൽ കാളവണ്ടികളും വെല്ലുവണ്ടികളുമാണ് അക്കാലത്ത് ആ ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്നത്. ആ കാനനപാതയിലൂടെ അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു കാളവണ്ടി. അതാ നോക്കൂ, ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ തെക്കതിന് സൈഡിലൂടെ സഞ്ചരിക്കുന്ന വണ്ടി